എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുമതി വളവ്, തലവര, ലോക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഇന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT അവകാശം സൺനെസ്റ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 19-നാണ് ഇന്ദ്ര സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹൗസ് മേറ്റ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ശിവകാർത്തികേയനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ് ഹൗസ് മേറ്റ് നേടിയെടുത്തത്. ഈ സിനിമയുടെ OTT റിലീസ് C5-ൽ സെപ്റ്റംബർ മാസം 19-നാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഫീനിക്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എവറേജ് അഭിപ്രായമാണ് ഫീനിക്സ് സിനിമയ്ക്ക് ലഭിച്ചത്. വിജയ് സേതുപതിയുടെ മകനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT റിലീസ് ഈ വീക്കാണ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയാണ് DNA. ഈ സിനിമയുടെ OTT മനോരമാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. DNA ഒരു ത്രില്ലർ സിനിമയാണ്. അസ്കർ, അന്ന റെജി, റായ് ലക്ഷ്മിയാണ് DNA സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. DNA സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കിൽ മനോരമാക്സിലാണ് DNA സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഡൊമിനിക്. എന്നാലും ഡൊമിനിക്കിൻ്റെ OTTക്ക് വേണ്ടി ആരാധകർ നോക്കിയിരിക്കുകയാണ്. കാരണം മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിരുന്നു ഡൊമിനിക്. എന്തുകൊണ്ടോ സിനിമ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം ഡൊമിനിക്കിൻ്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ അടുത്ത വീക്ക് OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അർജുൻ അശോകൻ നായകനായ സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. നാദൃഷിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് സിനിമ വന്നത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കിലാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്കയുടെ OTT വിറ്റുപോയതാണ്. എന്നിട്ടും അവർ OTT റിലീസ് ചെയ്യുന്നില്ല. C5 ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ബസൂക്ക നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു. മമ്മൂട്ടി മികച്ച ആക്ഷൻ രംഗങ്ങളാണ് സിനിമയിൽ കാഴ്ചവെച്ചത്. ഇപ്പോൾ ഇതാ സെപ്റ്റംബർ മാസം 20-ന് മുന്നേ ബസൂക്ക സിനിമ C5-ൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തമന്ന മലയാളത്തിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെ നല്ല വരവേൽപ്പാണ് ബാന്ദ്രയ്ക്ക് ലഭിച്ചത്. പക്ഷേ ഹൈപ്പിന് അത്രയ്ക്ക് സിനിമ ഉണ്ടായിരുന്നില്ല. ദിലീപിൻ്റെ സിനിമ ആയതുകൊണ്ട് പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ ബാന്ദ്രയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ചെക്ക്മേറ്റ് നേടിയെടുത്തത്. അനൂപ് മേനോൻ ലാലാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT അവകാശം മനോരമാക്സ് ആണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ മനോരമാക്സിൽ സെപ്റ്റംബർ മാസം 20-ന് മുന്നേ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിഖില വിമൽ ഉണ്ണിമുകുന്ദനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല കളക്ഷനാണ് ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തത്. ഫാമിലി കോമഡി മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. കുടുംബ പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. മനോരമാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. 2-3 മാസമായി സിനിമ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ യാതൊരു അപ്ഡേറ്റും പുറത്തുവിട്ടില്ല. ഇപ്പോൾ ഇതാ സെപ്റ്റംബർ മാസം 30-ന് മുന്നേ മനോരമാക്സിൽ ഗെറ്റ് സെറ്റ് ബേബി OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് തലവര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു മൂവിയായിരുന്നു തലവര. പക്ഷേ തിയേറ്ററുകളിൽ ആളില്ല. വലിയ സിനിമകൾ വന്നപ്പോൾ ഓണത്തിന് തലവര താഴ്ന്നുപോയി. നല്ല അഭിപ്രായങ്ങൾ ലഭിച്ചിട്ടും തലവര സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ തലവരയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് തലവര വാങ്ങിച്ചിരിക്കുന്നത്. അർജുൻ അശോകൻ നായകനായ സിനിമയാണ് തലവര. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമിൽ സെപ്റ്റംബർ മാസം 25-ന് മുന്നേ റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കല്യാണി നസ്ലിനാണ് ലോക സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഇതിനോടകം തന്നെ 250 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ദുൽഖർ നല്ല രീതിയിലാണ് സിനിമ പ്രൊമോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും ലോക സിനിമ ഹിറ്റായി. ഇപ്പോൾ ഇതാ ലോക സിനിമയുടെ OTTയും ഹിറ്റായിരിക്കുകയാണ്. റെക്കോർഡ് തുകയ്ക്കാണ് ലോക സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുന്നത്. ഏകദേശം 40 കോടി കൊടുത്താണ് നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കിലാണ് ലോക സിനിമയുടെ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സുമതി വളവ് നല്ലൊരു സിനിമയാണ്. ഒരുപാട് പ്രേതത്തിൻ്റെ രംഗങ്ങൾ സിനിമയിലുണ്ട്. സിനിമ കണ്ടിരിക്കാൻ തന്നെ വളരെ ത്രില്ലിംഗ് ആയിരുന്നു. യാതൊരു ലാഗും സിനിമയിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സുമതി വളവ് തിയേറ്ററുകളിൽ വിജയിച്ചു. അർജുൻ അശോകൻ നായകനായ സുമതി വളവ് 40 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ സുമതി വളവിൻ്റെ OTT C5 വാങ്ങിച്ചിരിക്കുകയാണ്.
സിനിമ സെപ്റ്റംബർ മാസം 20 മുന്നേ C5-ൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.